നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. റോയൽ മെയിൽ ജീവനക്കാർക്ക് കത്തുകൾ മറച്ചുവെക്കാൻ നിർദ്ദേശം. UK-യിലെ റോയൽ മെയിൽ ജീവനക്കാർക്ക് ഡെലിവറി ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതായി കാണിക്കാൻ കത്തുകൾ മറച്ചുവെക്കാൻ നിർദ്ദേശം ലഭിച്ചതായി റിപ്പോർട്ടുകൾ. വിവിധ സ്ഥലങ്ങളിലെ തൊഴിലാളികൾ പറയുന്നത് മാനേജർമാർ തങ്ങളെ ഒരു മെയിൽ സവാരിക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നുവെന്നാണ്. പ്രത്യേകിച്ച് പാഴ്സലുകൾക്ക് മുൻഗണന നൽകുമ്പോൾ കത്തുകൾ കൃത്യസമയത്ത് എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ഇത് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതായി ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഈ ആരോപണങ്ങളെക്കുറിച്ച് റോയൽ മെയിൽ ബോസ്മാർ MPമാർക്ക് മുന്നിൽ വിശദീകരണം നൽകേണ്ടി വരും. റോയൽ മെയിൽ ഈ ആരോപണങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും 92% കത്തുകളും കൃത്യസമയത്ത് കൈമാറിയെന്നും അറിയിച്ചു. എന്നിരുന്നാലും തൊഴിലാളികൾ പറയുന്നത് വർദ്ധിച്ചുവരുന്ന പാഴ്സൽ ഡെലിവറി സമ്മർദ്ദത്തിലും ജീവനക്കാരെ വർദ്ധിപ്പിക്കാതെയോ ഓവർടൈം വർദ്ധിപ്പിക്കാതെയോ ആദ്യ ക്ലാസ് മെയിൽ 6 ദിവസവും വിതരണം ചെയ്യാനുള്ള നിയമപരമായ ബാധ്യത നിറവേറ്റാൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നു എന്നാണ്. ഇത് കാരണം ആശുപത്രി അപ്പോയിൻമെൻറ്റുകൾ പോലുള്ള പ്രധാനപ്പെട്ട കത്തുകൾ പോലും വൈകുന്നു. ചില ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഡെലിവറി ഓഫീസുകളിൽ പോയി തപാൽ ശേഖരിക്കേണ്ട അവസ്ഥയുണ്ട്. റിഫോം UK മേയറൽ കാൻഡിഡേറ്റിനെ സസ്പെൻഡ് ചെയ്തു. UK രാഷ്ട്രീയത്തിൽ റിഫോം UK പാർട്ടിയുടെ ഹാംഷെയർ മേയറൽ സ്ഥാനാർത്ഥിയായിരുന്ന ക്രിസ് പാരിയെ ജൂത സുരക്ഷാ ഗ്രൂപ്പ് അംഗങ്ങളെ മോശമായ രീതിയിൽ വിശേഷിപ്പിച്ചതിനെ തുടർന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. ലേബർ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റുകളും ഈ നടപടിയെ സ്വാഗതം ചെയ്തു. ഈ വിഷയത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് ലേബർ വക്താവ് രംഗത്തെത്തി. നൈജൽ ഫരാജ് പോലുള്ള നേതാക്കൾ ഇത്തരം സ്ഥാനാർത്ഥികളെ എത്രയും പെട്ടെന്ന് പുറത്താക്കേണ്ടിയിരിക്കുന്നുവെന്നും ഇത് പാർട്ടിയുടെ ദുർബലമായ നേതൃത്വത്തെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാരിയുടെ പരാമർശങ്ങൾ വർഗീയവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിഫോം UKയുടെ നിരവധി സ്ഥാനാർത്ഥികൾ ഇത്തരം വിഷലിപ്തമായ പരാമർശങ്ങൾ നടത്തുന്നത് പൊതുജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും ലേബർ പാർട്ടി കൂട്ടിച്ചേർത്തു. അതേസമയം മുൻ ടോറി ഹോം സെക്രട്ടറി കൂടിയായ സുവെല്ല ബ്രവർമാൻ ഫുട്ബോൾ അസോസിയേഷന്റെ വൈവിധ്യവൽക്കരണ നയങ്ങളെ വിമർശിച്ചു. ഇത് വംശീയ വിവേചനപരമാണെന്ന് അവർ വാദിച്ചു. NHS സംതൃപ്തിയിൽ നേരിയ പുരോഗതി. കാത്തിരിപ്പ് സമയം ഇപ്പോഴും പ്രധാന പ്രശ്നമായി തുടരുന്നു. ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് സംതൃപ്തി സർവേയിൽ ചെറിയ മുന്നേറ്റം. 2019 ശേഷം ആദ്യമായാണ് സംതൃപ്തി നിലയിൽ ഈ വർധനവ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം 21% ഈ വർഷം 26% ഉയർന്നപ്പോൾ അസംതൃപ്തി 51% കുറഞ്ഞു. ആരോഗ്യ സെക്രട്ടറി വെസ്ട്രീറ്റിംഗ് ഇതിനെ NHSന്റെ പുനരുജ്ജീവനത്തിന്റെ സൂചനയായി വിശേഷിപ്പിച്ചു. എന്നിരുന്നാലും ജനറൽ പ്രാക്ടീസ് സേവനങ്ങൾ, അത്യാഹിത വിഭാഗം, ആശുപത്രി ചികിത്സകൾ എന്നിവയിൽ ദൈർഘ്യമേറിയ കാത്തിരിപ്പ് സമയം ഇപ്പോഴും വലിയ തോതിൽ ജനങ്ങളിൽ അതൃപ്തി സൃഷ്ടിക്കുന്നു. സർവേ പ്രകാരം A&E ഡെന്റൽ സേവനങ്ങളിൽ 22% പേർ മാത്രമാണ് സംതൃപ്തരായിട്ടുള്ളത്. GP സേവനങ്ങളിൽ 36% പേരും ആശുപത്രി പരിചരണത്തിൽ 37% പേരുമാണ് സംതൃപ്തി രേഖപ്പെടുത്തിയത്. NHS നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരത്തിൽ 50% പേർക്ക് മാത്രമാണ് വിശ്വാസമുള്ളത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ പുരോഗതി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം വെറും 16%. സാമൂഹിക പരിചരണത്തിലുള്ള സംതൃപ്തി 14% കുറഞ്ഞു. കാത്തിരിപ്പ് സമയമാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നമായി 66% പേർ A&Eയിലും 63% പേർ ആശുപത്രികളിലും 58% പേർ GP അപ്പോയിൻമെൻറ്റുകളിലും ചൂണ്ടിക്കാട്ടിയത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് ചെറിയ പുരോഗതിയുടെ സൂചന മാത്രമാണെന്നും ജനങ്ങളുടെ പൊതുവായ മനോഭാവം ഇപ്പോഴും നിഷേധാത്മകമാണെന്നും വിലയിരുത്തുന്നു. ആശുപത്രിയിൽ ബോംബാക്രമണം നടത്താൻ ശ്രമിച്ച തീവ്രവാദിയെ പിന്തിരിപ്പിച്ച യുവാവിന് ജോർജ് മെഡൽ. ഇംഗ്ലണ്ടിലെ ലീഡ്സിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ 2023 നടക്കേണ്ടിയിരുന്ന ഒരു ഭീകരാക്രമണം അവിടെ ചികിത്സയിലായിരുന്ന ഒരു രോഗിയുടെ ധൈര്യസഹായത്താൽ തടയപ്പെട്ട സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 35-കാരനായ നേഥൻ ന്യൂബി ആശുപത്രിയിൽ സംശയാസ്പദമായി പെരുമാറിയതിനെ തുടർന്ന് സ്ഫോടക വസ്തു ഉപയോഗിച്ച് ആശുപത്രി തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ മുഹമ്മദ് ഫറൂഖിനെയാണ് സമർത്ഥമായി നേരിട്ടത്. ഫറൂഖ് അതേ ആശുപത്രിയിൽ അസിസ്റ്റന്റ് നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. നേഥൻ ന്യൂബി നടത്തിയ 2 മണിക്കൂർ നീണ്ട സംഭാഷണത്തിലൂടെ ഫറൂഖിനെ ആക്രമണ പദ്ധതി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചുവെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഫറൂഖിന്റെ ബാഗിൽ നിന്ന് 10 കിലോ സ്ഫോടക വസ്തുക്കളടങ്ങിയ പ്രഷർ കുക്കർ ബോംബ് കണ്ടെത്തിയിരുന്നു. ഇത് 2013 ബോസ്റ്റൺ മാരത്തൺ ആക്രമണത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ളതാണെന്ന് പോലീസ് വിലയിരുത്തി.
ഭയന്ന് ഓടിപ്പോയാൽ ഫറൂഖ് പരിഭ്രാന്തനായി ആക്രമണം നടത്തുമെന്ന് തിരിച്ചറിഞ്ഞ ന്യൂബി അദ്ദേഹത്തോടൊപ്പം തന്നെ നിലയുറപ്പിക്കുകയും സൗഹൃദപരമായി സംസാരിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഫറൂഖിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസിനെ അറിയിക്കാനും ഫറൂഖ് തന്നെ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് ഫറൂഖിനെ അറസ്റ്റ് ചെയ്തു. ഭീകരപ്രവർത്തനത്തിന് ഫറൂഖിന് കോടതി 37 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. നിരവധി ജീവനുകൾ രക്ഷിച്ച നേതൻ ന്യൂബിക്ക് ധീരതയ്ക്കുള്ള ജോർജ് മെഡൽ നൽകാനാണ് ഇപ്പോൾ തീരുമാനം. കോടതി ഈ സംഭവത്തെ അസാധാരണ ധൈര്യത്തിന്റെ ഉദാഹരണമെന്ന് വിശേഷിപ്പിച്ചു. നാഷണൽ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിൽ ഗുരുതര പിഴവുകൾ, നിക്ഷേപ തുക നൽകാതെയും ബോണസ് തടഞ്ഞുവെച്ചും കുടുംബങ്ങൾ ദുരിതത്തിൽ. സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നാഷണൽ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിൽ ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തി മരണപ്പെട്ട നിക്ഷേപകരുടെ കുടുംബങ്ങൾക്ക് പണം നൽകുന്നതിലും പ്രീമിയം ബോണ്ട് സമ്മാനങ്ങൾ നൽകുന്നതിലും NS&I വലിയ കാലതാമസം വരുത്തുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ചില കുടുംബങ്ങൾക്ക് നിയമസഹായം തേടേണ്ടി വന്നെന്നും ഇതിലൂടെ ആയിരക്കണക്കിന് പൗണ്ടുകൾ അധികമായി ചെലവഴിക്കേണ്ടി വന്നെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചിലർക്ക് NS&Iയിൽ നിന്ന് ലഭിച്ച തെറ്റായ വിവരങ്ങൾ കാരണം HM റവന്യൂ ആൻഡ് കസ്റ്റംസിന് പിഴ നൽകേണ്ടി വന്നു. മറ്റു ചിലർക്ക് വീട് വാങ്ങാനുള്ള അവസരം നഷ്ടപ്പെടുകയും പണം ലഭിക്കാനുള്ള കാലതാമസം കാരണം പലിശ നഷ്ടപ്പെടുകയും ചെയ്തതായി പറയുന്നു. ഏകദേശം 100 ബില്യൺ പൗണ്ടിൻ്റെ നിക്ഷേപം കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ സാമ്പത്തിക സ്ഥാപനമാണ് NS&I. നിലവിലെ സാഹചര്യത്തിൽ 100 കണക്കിന് മില്യൺ പൗണ്ടുകൾ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡിങ്ങിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി. പുതിയ പബ്ലിക് സ്പേസസ് പ്രൊട്ടക്ഷൻ ഓർഡർ നടപ്പിലാക്കി. റെഡിങ്ങിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പുതിയ പൊതു ഇട സംരക്ഷണ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു. റെഡിംഗ് ബറോ കൗൺസിലും തേംസ് വാലി പോലീസും സംയുക്തമായാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിലൂടെ പ്രദേശത്തെ താമസക്കാർ ഉന്നയിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ നായ്ക്കളുടെ നിയന്ത്രണം, ഡോഗ് ഫൗളിംഗ്, ഭിക്ഷാടനം, മദ്യപാനം, ബൈക്കുകളും സ്കൂട്ടറുകളുടെയും തെറ്റായ ഉപയോഗം എന്നിവയ്ക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾക്ക് കഴിയും. ഉത്തരവ് ലംഘിക്കുന്നവർക്ക് 100 പൗണ്ട് വരെ പിഴ ഈടാക്കാം. ഇതുകൂടാതെ പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഉത്തരവ് നടപ്പാക്കുന്നത്. തെരുവിൽ അലഞ്ഞു നടക്കുന്നവർ, ലഹരിക്ക് അടിമകളായവർ തുടങ്ങിയ ദുർബലരായ വ്യക്തികൾക്ക് ആവശ്യമായ സഹായം നൽകാനും അധികൃതർ ശ്രദ്ധിക്കും. യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കായികമേള ജൂൺ 13 വാറിംഗ്ടണിൽ. നോർത്ത് വെസ്റ്റ് റീജിയണിലെ പ്രമുഖ മലയാളി അസോസിയേഷനായ വാറിംഗ്ടൺ മലയാളി അസോസിയേഷനാണ് ഈ വർഷത്തെ മേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. വാറിംഗ്ടണിലെ വിക്ടോറിയ പാർക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഈ കായിക മാമാങ്കം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. UK മലയാളി സമൂഹത്തിൽ കായിക പ്രേമികൾക്ക് ഒരു ഉത്സവ പ്രതീതി ഉണർത്തുന്ന മേളയായി ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുക്മ കായികമേള മലയാളി സമൂഹത്തിൽ കായിക വിനോദങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കാനും അവയെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദിയായി മാറിക്കഴിഞ്ഞു. രജിസ്ട്രേഷൻ ലിങ്ക്, മത്സരക്രമം, മറ്റ് വിശദാംശങ്ങൾ എന്നിവ വരും ദിവസങ്ങളിൽ ലഭ്യമാകും. നോർത്ത് വെസ്റ്റ് റീജിയണൽ വിഭാഗങ്ങളിൽ വിജയിക്കുന്നവർക്ക് ജൂൺ 20 നടക്കുന്ന യുക്മ ദേശീയ കായികമേളയിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.